വൺ വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ വന്നിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പെൻസസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ദുബായിലോട്ട് വിസിറ്റിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ട്രാവൽ എക്സ്പെൻസസ്, അതുപോലെ തന്നെ ബെഡ് സ്പേസ്, ഫുഡ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വിസിറ്റിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊന്നും അറിയാതിരിക്കുന്ന ആൾക്കാരില്ലേ, നമുക്ക് ആരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനോ കാര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് പറയുന്നത്. പക്ഷെ ഇവിടേക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം എനിക്ക് ഇൻസ്റ്റയിൽ DM ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പോവുക, അതായത് ഇങ്ങോട്ട് എങ്ങനെയാണ് വരിക, നമ്മൾ വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, എത്ര എക്സ്പെൻസസ് ആവും, വിസയ്ക്ക് ഒരുപാട് എമൗണ്ട് ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് പ്രീവിയസ് വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 ദിവസമായിട്ടുണ്ട് ഞാൻ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു അപ്ഡേറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അതിനിടയിൽ എൻ്റെ ഫോണൊക്കെ താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോയി ഗൈസ്. ഒരു വിധമായിട്ടുണ്ട് എൻ്റെ ഫോണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ടും വീഡിയോ കറക്റ്റ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കുറേ പേര് എനിക്ക് യൂട്യൂബ് കണ്ടിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒട്ടും പരിചയമില്ലാഞ്ഞിട്ട് ഇവിടെ ഈ ഒരു യൂട്യൂബ് ത്രൂ കമൻറ്റ് ഇട്ടിട്ട് ഫ്രണ്ട്സായ കുറച്ച് ആൾക്കാരുണ്ട്. എന്നെ പോലെ തന്നെ വിസിറ്റിംഗ് സെയിൽ വന്നിട്ട് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. അവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെ പോയി, കാരണം അത്രയും ദിവസമായിട്ട് എന്നെ കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സ്പെൻസസ് തുടങ്ങുന്നത് ഫസ്റ്റ് നമ്മൾ എടുക്കുക വിസയാണല്ലോ. അപ്പോൾ വിസയിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഓക്കെ, വിസ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാവൽസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ തരുമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിസയുടെ എമൗണ്ടിലും ടിക്കറ്റിൻ്റെ എമൗണ്ടിലും ഇപ്പോഴും വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ വരുന്ന ഫ്ലൈറ്റിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു എമൗണ്ട്, ടിക്കറ്റിൻ്റെ എമൗണ്ട് ആയിരിക്കില്ല ചിലപ്പോൾ അതിൽ തന്നെ ട്രാവൽ ചെയ്ത് വേറെ ആൾക്കാർക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഒരു വേരിയേഷൻ വരും. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പെൻസസ് ആണെന്ന് പറയാൻ വേണ്ടി പോകണം കേട്ടോ. ഞാൻ എൻ്റെ ആൻറ്റിയുടെ ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ വിസ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായത്. ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഗൈസ് ഞാൻ വന്നിട്ടുണ്ടായത്. ഞാനിവിടെ വന്നു എത്തി, ഭാഗ്യം. അതിന് ശേഷമാണ് ഈ ക്രാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഞാൻ വന്നിട്ടുള്ള എയർ ഇന്ത്യയിൽ ഞാൻ ഇവിടെ വന്നിറങ്ങി പിന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരുന്ന സമയത്ത് എമർജൻസി ലാൻഡിങ് ആയിട്ട് ഒമാനിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 1 ഡേ എന്തോ അങ്ങനെ ഒമാനിൽ കിടന്നിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഫ്ലൈറ്റ് യാത്ര പറഞ്ഞത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതിന് ശേഷമാണ് ഇങ്ങനത്തെ എമർജൻസി ലാൻഡിങ് ക്രാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എയർ ഇന്ത്യയിലൊക്കെ ഭയങ്കര ചാർജസ് കുറവാന്ന് പറയുന്നുണ്ട്. ചാർജ് കുറവാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിൽ വരാൻ നിൽക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒക്കെ നിങ്ങൾക്ക് എടുക്കാം, അതായത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു എമൗണ്ട് പറയുന്നത് 11,000 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത്. കുറച്ചെന്തോ ഡിസ്കൗണ്ടും കണ്ടൊക്കെ ഞാൻ പറഞ്ഞാൽ അറിയാവുന്ന ആളുടെ എടുത്ത കാരണം കുറച്ച് ഒരു എമൗണ്ടിൽ ഇത്തിരി വേരിയേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിസയ്ക്കും എനിക്ക് 11 വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വിസ എന്ന് പറയുന്നത് പണ്ടൊക്കെ 3 മാസമായിരുന്നു വിസ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മാസത്തേക്കാണ് വിസിറ്റിംഗ് വിസ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 മാസം വാലിഡിറ്റിയിലാണ് ഞാൻ ഇവിടേക്ക് എൻ്റർ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മാത്രമാണ് എടുത്തിട്ടുള്ളൂ നാട്ടിൽ നിന്ന്. അതായത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇടാനുള്ള കുറച്ച് ഫോർമൽസ്, അതായത് 2 ഷർട്ടും 2 പാൻസും അതുപോലെ തന്നെ ഒരു ഷൂ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ 2 ജീൻസ് അങ്ങനത്തെ വാങ്ങിയിട്ടുള്ളൂ. അതൊരു 6,000-7,000 രൂപയുടെ ഉള്ളിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു റേഞ്ചിലേ വാങ്ങിയിട്ടുള്ളൂ, ഒരുപാട് വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ എന്താ അത് വന്നു. പിന്നെ ഇവിടെ ബെഡ് സ്പേസിന് എനിക്ക് ഏകദേശം 650 ദർഹംസാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഒരു 16-15 ആ റേഞ്ചിൽ ആണ് വരുന്നത്. ദർഹംസ് പറയുകയാണെങ്കിൽ 650. പിന്നെ അതൊക്കെ ഒരു മാസത്തെ ഉണ്ടോ പറയുന്നത്, നാട്ടിലൊരു 16 വിചാരിക്കുക. പിന്നെ ഫുഡിനാണെങ്കിലും ഏകദേശം മെസ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 നേരം, അതായത് ഉച്ചയ്ക്കും രാത്രിക്കും ഉള്ളതിന് 250 ദർഹംസാണ് വരുന്നത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ 3 നേരം ഉള്ളതിന് 400-500 ദർഹംസൊക്കെ വരുന്നുണ്ട്. ഞാനിവിടെ പേഴ്സണലായിട്ട്, അതായത് ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ കൂടെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരാൾക്കൊരു മാസം ഒരു 12 സംതിങ് എന്താണെങ്കിലും ഒരു കുക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളൊരു കോമൺ ആയിട്ട് ഈ ഒരു ബെഡ് സ്പേസിൽ
കിച്ചൺ കോമൺ ആണ്, അതുപോലെ തന്നെ അതിൽ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോമൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് അങ്ങനെ കുറഞ്ഞ് കിട്ടും. കാര്യം നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് കുക്കിംഗ് ആണെന്നെങ്കിൽ നമ്മൾ പാത്രങ്ങൾ വേറെ വാങ്ങണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് വരാൻ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എത്രയാണോ ലഗേജ് വെയിറ്റ് ഉള്ളത് അതിൽ നിങ്ങൾ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി അങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അവിടെ ആരും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് കുറയ്ക്കാൻ നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സ് ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാത്തൊക്കെ ചെയ്യാം. ഓക്കെ, എനിക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വലിയ ഇഷ്യൂ വന്നിട്ടില്ല. എനിക്ക് ആ ആൻറ്റിയുടെ ഒരു ഇതിൽ നിൽക്കുന്ന കാരണം അങ്ങനെ ഒരുവിധമൊക്കെ അങ്ങനെ പോകുന്നു. എന്നാലും നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അതാണ് വരുന്നത്. അപ്പോൾ ഒരു മാസം നമുക്ക് ഏകദേശം എത്ര രൂപയാവുമെന്ന് ആലോചിച്ച് നോക്കുക. ഒരു 26-30 ഉള്ളിൽ എന്താണെങ്കിലും ചുരുങ്ങിയ ചിലവുണ്ടായിരിക്കും. ഒരു മാസത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഈ വിസയും കാര്യങ്ങളും അല്ലാതെ ഏകദേശം നമുക്ക് അത്രയും ഒരു എമൗണ്ട് വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഇവിടെ ആരും ഇല്ലയെന്ന് വിചാരിക്കുക ദുബായിൽ. അപ്പം നിങ്ങൾക്ക് ഈ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കുറച്ച് ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ആപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാവലും അതൊക്കെ കഴിഞ്ഞല്ലോ. ഇനി പിന്നെ ഇവിടെ ഉള്ളത് നമുക്ക് പിന്നെ വരുന്ന എക്സ്പെൻസസ് ആണ്. നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാനുള്ള എക്സ്പെൻസസ്. ഓക്കെ, ഇവിടെ നോയൽ കാർഡ് എടുക്കണം, അതുപോലെ തന്നെ അത് റീചാർജ് ചെയ്യണം. മിനിമം 7 ദിർഹംസ് വേണം നമുക്ക് ആ ഒരു നോയൽ കാർഡിൽ. ആ ഒരു ദിർഹംസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെനാൾട്ടി വരും. ഒരു 200 ദിർഹംസാണ് അതിൻ്റെ പെനാൾട്ടി വരിക. അപ്പോൾ അത് കറക്റ്റ് റീചാർജ് ചെയ്യണം. അതും നിങ്ങളുടെ ഒരു എക്സ്പെൻസ് ആയിട്ട് വരും. ഓക്കെ, പിന്നെന്താ, നിങ്ങൾക്ക് ബസ്സിനും ആ നോയൽ കാർഡാണ് യൂസ് ചെയ്യാം. പിന്നെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ദിർഹംസ് ആക്കി കയ്യിൽ വെക്കണം. ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കയ്യിൽ വെക്കണം. അങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇന്ത്യൻ മണി നമ്മൾ ഇവിടുന്ന് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ദിർഹംസിലേക്ക് ആക്കുമ്പോൾ അവരുടെ കുറച്ചൊരു എമൗണ്ട് പിടിച്ചിട്ടേ നമുക്ക് തരുള്ളൂ. ഒരു കമ്മീഷൻ പോലത്തെ ഒരു എമൗണ്ട് പിടിച്ചിട്ട് നമുക്ക് തരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ത്രൂ മാറുകയാണ് നല്ലത്. ഞാനും എൻ്റെ ഫ്രണ്ട് എന്താ പറയുക, ഇന്ത്യൻ മണി ആളുടെ ഫ്രണ്ട് എടുത്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് ദിർഹംസ് ആക്കിയിട്ടാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അക്കൗണ്ട് ത്രൂ ആണ് എനിക്ക് തന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കി വെക്കുക. ഇതൊന്നും അറിയാതെ എന്നെപ്പോലെ വരരുത്, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ദിർഹംസൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ റോൾ ചെയ്ത് പോകുന്നു. പിന്നെ ഞാൻ ഈ റൂം മാറാൻ നോക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഉള്ളിലോട്ടാണ് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് എന്ത് വേണം, ഒരു 3/4 മണിക്കൂർ അതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലോട്ട് യാത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡാവും. അതുപോലെ തന്നെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ബസ്സിന് അതർ എക്സ്പെൻസ് ആയിട്ട് ബസ്സിൻ്റെ ഒരു എമൗണ്ട് വരും. അപ്പോൾ നിങ്ങൾ സ്റ്റേ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം റൂമൊക്കെ നോക്കുക, അവിടെ നിൽക്കാൻ വേണ്ടി തുടങ്ങുക. കാരണം ഒരു മാസത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബെഡ് സ്പേസിൽ പൈസ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കണം അല്ലേ. ഞാൻ നാട്ടിൽ എപ്പോഴും ഒരു 3,500, 4,000 എപ്പോഴും ഞാൻ ഹോസ്റ്റൽസൊക്കെ നോക്കാറ്. സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ദിർഹംസ് പറയുമ്പോൾ കുഴപ്പം, നാട്ടിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ടെൻഷനാണ്. ദൈവം ഇത്രയും എമൗണ്ട് കൊടുത്തിട്ടാണല്ലോ അവിടെ നിൽക്കുന്നതെന്ന് എനിക്കിപ്പോഴും ടെൻഷനാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഞാൻ എപ്പോഴും എക്സ്പെൻസസ് കുറയ്ക്കാനാണ്, ഏതൊരു കാര്യത്തിലും ഞാൻ എക്സ്പെൻസസ് കുറയ്ക്കാനാണ് എപ്പോഴും ട്രൈ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഓഫേഴ്സിലൊക്കെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. പിന്നെ ഇതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ ഇൻ്റർവ്യൂസിൻ്റെ കാര്യം പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂസിന് എപ്പോഴും സെൽഫായിട്ട് പോകുന്നതാണ് നല്ലത്. എനിക്കിവിടെ ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിന് എൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സിനായിട്ട് വൈശാഖിനിയായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായത്. അങ്ങനെ ഇപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ഒറ്റയ്ക്ക് പോയപ്പോൾ ഏകദേശം റൂട്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സിം എടുക്കണം കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ സിം എടുക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എമറൈസ് ID വെച്ചിട്ടാണ് നിങ്ങൾ സിം എടുക്കേണ്ടത്. അപ്പോൾ അതിന് വാലിഡിറ്റി കാരണം അധികം ഉണ്ടാവില്ല. ആ ഒരു എമിറേറ്റ്സ് ഐഡിയുടെ ഒരു വാലിഡിറ്റി തീർച്ചയായിട്ടും അതിനുണ്ടായിരിക്കും. ഇവിടെ എയർപോർട്ട് സിം ആണെന്നുണ്ടെങ്കിൽ 2 months മാത്രമേ അതിനൊരു വാലിഡിറ്റി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എൻ്റെ ഒരു എയർപോർട്ട് സിമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 months അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഞാൻ ഇതുവരെ എമിറേറ്റ്സ് ID വെച്ചിട്ട് എടുത്തിട്ടില്ല. എടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് ID ഉള്ള ആൾക്കാരുടെ വെച്ചിട്ട് എടുക്കാൻ നല്ലത്. അത്രയും അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം ചോദിക്കുക. കാരണം എല്ലാവരും ആ സിം എടുത്ത് തരണമെന്നില്ല. ഓക്കെ, എനിക്ക് ഇനി സിം അതിലോട്ട് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ജോബ് നോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അച്ഛനോ അല്ലെങ്കിൽ ബ്രദറോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ സിം എടുത്തിട്ട് ആ സിം വെച്ചിട്ട് നിങ്ങൾ CV മേക്ക് ചെയ്യുക. അവിടെ CV പ്രിൻ്റ് എടുക്കാൻ ഭയങ്കര പൈസയാണ്. നാട്ടിലത്തെക്കാട്ടിയും ഇരട്ടി പൈസയാണ് ഇവിടെ. ജോബ് നോക്കിയിട്ട് വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഇവിടുത്തെ സിമ്മില്ലേ, ഇവിടെ സിമ്മ് എടുത്തതിന് ശേഷം ആ സിമ്മ് നമ്മുടെ നാട്ടിലോട്ട് നമ്പർ ഫോർവേഡ് ചെയ്യില്ലേ, വാട്സപ്പിൽ ഫോർവേഡ് ചെയ്തിട്ട് ആ നമ്പർ വേണം നിങ്ങൾ സി വിയിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഓക്കെ, ഒരു 10-15 പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വന്നാൽ മതി. അതിൽ വേണമെങ്കിൽ നിങ്ങളൊരു 10 കളർ പ്രിൻ്റ് എടുത്തോ, ബാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ മൊത്തം കളർ പ്രിൻ്റ് എടുക്കുന്നത്, പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നല്ല എമൗണ്ട് വരുന്നുണ്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നോക്കുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ചിലവ് കുറയ്ക്കുക. കാരണം നമുക്ക് ബാക്കി നമ്മളിപ്പോൾ ഒരു വിസ റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒമാനിലോട്ട് എക്സിറ്റ് ആവണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം, ട്രാവൽ എക്സ്പെൻസ് വേണം, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, വിസ വേണം, റിന്യൂ ചെയ്യേണ്ട പൈസ, അങ്ങനെ ഒരുപാട് പൈസ, തൊട്ടേനും പിടിച്ചതിനൊക്കെ ഭയങ്കര ചാർജസ് ആണ്, എമൗണ്ട് ഒക്കെ നമുക്ക് അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞ് CV-ന്ന് കുറച്ച് പൈസ സേവ് ചെയ്യാം, ഫുഡിൻ്റെ കാര്യത്തിൽ നിന്ന് കുറച്ച് പൈസ സേവ് ചെയ്യാം, അങ്ങനെയാണ്. പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ മെട്രോ യൂസ് ചെയ്യുക, ബസ് യൂസ് ചെയ്യുക, ടാക്സീസ് ഒന്നും അധികം യൂസ് ചെയ്യാത്തതൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താണ്, പിന്നെ ഇവിടെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, എനിക്ക് UK അങ്ങനെയൊക്കെ പോണ സമയത്ത് ഇനി ഞാൻ വിചാരിച്ചിരുന്നു ദുബായാണ് ഏറ്റവും സെക്യൂർഡ്. കാരണം ഇവിടെ നമ്മൾ ഒരു കാര്യങ്ങളൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. മീൻസ് വുമൻസിനൊക്കെ ഭയങ്കര സൂപ്പറാണ്, അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് പെൺപിള്ളേരെ എടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ, നമ്മൾ ദുബായ് അത്രയും സേഫാണെന്ന് മാത്രം വിചാരിക്കും. ദുബായ് സേഫാണ്, ഓക്കെ സേഫാണ്, പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ട്. ഞാനിവിടെ മെട്രോ സ്റ്റേഷനിൽ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നീഗ്രോക്കാരൻ വന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളിനെ കവർ ചെയ്തു വ്ളോഗിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അവർ കംപ്ലയിൻറ്റ് കൊടുത്ത് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആൾ ജസ്റ്റ് ചിരിച്ചു, അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ ഞാൻ എന്തോ സംസാരിച്ചിട്ട് ഞാനിങ്ങനെ തമ്പ് ഇങ്ങനെ കാണിക്കായിരുന്നു കേട്ടോ, ഇതാക്കിയിട്ട്. അപ്പോൾ ആൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ആളിങ്ങനെ തമ്പ് കാണിച്ച്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തമ്പ് കാണിച്ചു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ഞാൻ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ ആൾ നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചു, അത്ര ചിരിച്ചു. ജസ്റ്റ് നമ്മളറിയില്ലേ, ഒരാളിങ്ങനെ വീഡിയോയിൽ പെട്ട് നമ്മൾ ഓക്കെ ക്ലോസ് ചെയ്തിട്ട് സോറി എന്ന് പറഞ്ഞ പോലെ ഞാൻ സോറി എന്ന് ഇങ്ങനെ ആക്കി. അപ്പോൾ ആൾ പിന്നെ പോണില്ല. ആ ഒരു ചിരിച്ചതിൻ്റെ പേരിൽ ആൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുക. ഓക്കെ, ഞാൻ സത്യം പറയാൻ നീഗ്രോക്കാരനാണ്. ഞാൻ നല്ലോണം പേടിച്ചിട്ടുണ്ടായി. ആ സമയത്ത് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇനി ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടാവുമോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ പരിചയപ്പെട്ടുള്ള ഫ്രണ്ട് അടുത്ത് പറഞ്ഞു, ആമിയുടെ അടുത്ത് പറഞ്ഞു, ആമി എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവളും പറഞ്ഞു, വേടി ഞാനിവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു ടാക്സിയിൽ ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു കം ടു മീ എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ കുറേ വിളിച്ചു. ഡോറൊക്കെ തുറന്നിട്ട് വെൽക്കം ചെയ്യുന്ന പോലെ അവർ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കൂടെ വരിക, അങ്ങനത്തെ ഒക്കെ സെറ്റപ്പുകളും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളതിനെ അവർ ടച്ച് ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്യില്ല, അതിൽ നിങ്ങൾ ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മളെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. അത് ഏത് സമയത്ത് നമ്മൾ എപ്പോൾ നടന്നാലും ഒരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ റിക്കവർ ചെയ്ത് പോകാനേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ അത്രയും സെക്യൂർഡാണ്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല വിചാരിച്ച് വന്ന സ്ഥിതിക്ക് എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഡള്ളായിപ്പോയി ഗൈസ്. ഞാൻ ഭയങ്കര ഡള്ളായിപ്പോയി. എന്താ ദൈവമേ ഇതിങ്ങനെ ദുബായിൽ എന്നുള്ളൊരു ഇതായിപ്പോയി എനിക്ക്. ഓക്കെ, അങ്ങനത്തെ കാര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബോൾഡായി നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ അവർ പൊയ്ക്കോളും, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഭാഗത്ത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനും ഇങ്ങനെയൊക്കെ പറ്റും. ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ വരുന്ന ആൾക്കാരുണ്ടാവും എന്നെപ്പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്. പിന്നെ ഇൻ്റർവ്യൂസിന് പോകുമ്പോഴാണെങ്കിലും നമ്മൾ മാപ്പൊക്കെ യൂസ് ചെയ്ത് പോവുക. എനിക്ക് മാപ്പ് യൂസ് ചെയ്ത് പോകാൻ എൻ്റെ ഫോണിൽ നെറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞത് ഈ എയർപോർട്ട് സിമ്മും കാര്യങ്ങളായി, കാരണം എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇനി പുതിയ സിമ്മൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ പോകാൻ എനിക്കിവിടെ നല്ല 2 ഫ്രണ്ട്സിനെ കിട്ടിയ കാരണം അവരുടെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂസിന് പോണത്. ഇന്നലെ ഞാൻ പോയിട്ട് ഒരുപാട് സ്ഥലത്ത് CV ഡ്രോപ്പ് ചെയ്തു. CV ഡ്രോപ്പ് ഔട്ട് ചെയ്തതിനെ കുറിച്ചും അതുപോലെ തന്നെ ഞാൻ ജോബ്സിന് ഞാൻ അപ്ലൈ ചെയ്തതിനെ കുറിച്ചും പറയാം. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഏകദേശം 23 ദിവസമായിട്ടുണ്ട്. ഞാൻ ഇതിലൊരു 4 ഇൻ്റർവ്യൂസ് മാത്രമാണ് ഗൈസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കുറേ ഡിപ്രസ്ഡായി പോവും. അങ്ങനത്തെ കുറേ സ്റ്റേജ് നമുക്ക് ഭയങ്കര ടെൻഷനാവും. കാരണം നമ്മളിവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും. ഞാനാണെങ്കിൽ അടുത്ത ദിവസം എന്ത് ചെയ്യും, എങ്ങനെ അപ്ലൈ ചെയ്യും, മെയിലൊക്കെ അയച്ച് കൈ ഇവിടെ തയമ്പായി കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാൽ തയമ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് കറൻ്റ്ലി ഇങ്ങനെയാണ് സിറ്റുവേഷൻ. എൻ്റെ ജോബിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ സ്റ്റിൽ പ്രത്യേകിച്ച് വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഓക്കെ, പിന്നെ നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമ്മുടെ കസിൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ,
നിന്നെ കൊണ്ട് പറ്റില്ലടി, നീ അവിടെ ഒറ്റയ്ക്കല്ലേ, നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജോബ് എന്താ പറയുക ഒരുമാതിരി ജോബാണ്, ഇതിന് വേക്കൻസീസ് ഒന്നുമില്ല, ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്ന് പോകുന്നത്. അങ്ങനെ തളർത്താൻ ഞാൻ പറയട്ടെ, ഒരാളും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളിവിടെ ഉണ്ടാവില്ല. സീരിയസ് ആയിട്ട് പറയാണ്, ഒരാളും ഈ ദുബായിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഒരാളും നീ വാ ഇവിടെ ജോബ് നോക്കുമെന്ന് പറയാൻ ഒരാളുണ്ടാവില്ല. അതില്ലാതെ നമ്മൾ ഈ നെഗറ്റീവ് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫുള്ള് നെഗറ്റീവാണ്. നമ്മളിവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ജോബ് നോക്കുമ്പോൾ ഈ നെഗറ്റീവ്സ് എന്തിനാണോ ഇങ്ങനെ പറയുന്നത്, നെഗറ്റീവ്സ് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഈ റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറായിട്ടാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അല്ല, വിചാരിക്കില്ല, അത് തന്നെയാണല്ലേ നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജോബ് നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങളൊരാളും നോക്കണ്ട, നിങ്ങളുടെ ഒരു കഴിവ് വെച്ചിട്ട് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുക. ഇവിടെ ഇൻ്റർവ്യൂ കിട്ടുക എന്ന് തന്നെ പറയുന്നത് ഭയങ്കര കാര്യമാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ വിസിറ്റിങ്ങിനൊക്കെ വന്നിട്ട് ജോലി കിട്ടിയ ആൾക്കാർ എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവർക്ക് ഭയങ്കര കഴിവുണ്ടെന്ന്. പിന്നെ കുറേയൊക്കെ ഭാഗ്യമാണ് കേട്ടോ. നമ്മൾ നെഗറ്റീവൊന്നും കേൾക്കാതെ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.